ഇന്ന് നിങ്ങളുടെ മുൻപാകെ രണ്ട് വ്യക്തിത്വങ്ങളെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പുതിയ നിയമത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയും പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയും. പൊതുവിൽ നമ്മൾ പഴയ നിയമത്തിൽ നിന്നാണ് ആരംഭിക്കാറ്. എന്നാൽ ഞാൻ ചിന്തിച്ചു, പുതിയ നിയമത്തിൽ നിന്ന് ആ വ്യക്തിയെ പരിചയപ്പെടുത്തിയിട്ട് പഴയ നിയമത്തിൽ ഉള്ള മറ്റേ വ്യക്തിയെ പരിചയപ്പെടുത്താമെന്നാണ് കരുതുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തേർഡ് എപ്പിസൽ ഓഫ് ജോൺ വേഴ്സസ് 1-4 വായിച്ചാട്ടെ. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. 4-ാം വാക്യം. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ മൂപ്പനായ ഗായോസിന്, പ്രിയ ഗായോസിന് എഴുതുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. യോഹന്നാൻ 2-ാം ലേഖനം ഒരു സ്ഥലം സഭയ്ക്ക് എഴുതുമ്പോൾ, ഈ ലേഖനം ഒരു വ്യക്തിക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ഞാൻ ഈ ലേഖനം പഠിച്ചപ്പോഴും ഒക്കെ എൻ്റെ ഓർമ്മ പോയത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ സ്ഥലത്ത് നിന്ന്, ഇതല്ല സ്ഥലം സഭ, വേറൊരു സ്ഥലം സഭ, എൻ്റെ സ്ഥലം സഭയിൽ നിന്ന് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ജോലിക്കായിട്ട് പോകുന്ന, എൻ്റെ പഠനം കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് പോകുന്ന സമയമാണ്. അവിടെ ചെന്നതിന് ശേഷം ഞാൻ എത്തി എന്നുള്ള വിവരം ഇന്നത്തെ പോലെ മൊബൈലോ വാട്സപ്പോ മെസ്സേജോ ഇമെയിലോ ഒന്നുമില്ലാതിരുന്നു. അന്ന് ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്, ലാൻഡ് ഫോൺ ചില വീടുകളിൽ മാത്രം, ഞങ്ങളുടെ വീട്ടിലും വീടിൻ്റെ അടുത്തും ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാന കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ലെറ്റേഴ്സാണ്. ആ എഴുത്തുകളുടെ പ്രാമുഖ്യം അന്നുവരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ എത്തി എന്ന് അറിയിച്ചപ്പോൾ എൻ്റെ ആത്മീയ പിതാവ്, ആ സ്ഥലം സഭയിലെ മൂപ്പന്മാരിൽ ഒരാൾ, എനിക്കൊരു മറുപടി എഴുതി. ഒന്നല്ല, അതിനുശേഷം പല കത്തുകൾ ചില വർഷങ്ങൾ തന്നെ എഴുതുവാനായിട്ടിടയായി തീർന്നു. ഞാനും എഴുതി, ആ പ്രിയ സാറും എഴുതി. ആ കത്തുകളിലെ ചില വാചകങ്ങൾ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ആ കത്തുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്നാണ്. ഞാനത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, വന്നിട്ട് തപ്പിയില്ല. മിക്കവാറും ആ കത്ത് ഇപ്പോഴും കാണും. സഭയിൽ നിന്ന് പോയ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആത്മീക നന്മ, ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ഒരു ആത്മീക പിതാവ് എഴുതിയ കത്തുകളാണ്. ആ ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്പോൾ ഈ കത്തെഴുതുമ്പോൾ 90 വയസ്സിന് മുകളിലുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഒരു വന്ധ്യവയോധികനായ ഒരു പിതാവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി എഴുതുന്ന കത്താണ് ഈ കത്ത്. അതുകൊണ്ടാണ് താൻ എഴുതുമ്പോൾ, മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊരാശംസ വാചകമാണ്. അത് വെറും ആശംസാ വാചകം മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ ഗായോസിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വാക്യമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചതും ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിലായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. സത്യത്തിൽ നടക്കുക, വാക്കിംഗ് ഇൻ ട്രൂത്ത്. എന്താണ് നടപ്പ് എന്നുള്ളത് കൊണ്ട് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി കാണും. നാം ഒത്തൊരുമിച്ചല്ലാതെ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് കൂടെ ചേർന്ന് നടക്കുകയില്ല. അതായത് നമുക്ക് സന്തോഷവും
നമുക്ക് സഖിത്വവും നമ്മോട് ഏകദേശം അടുപ്പവുമുള്ള ഒരു വ്യക്തിയോട് കൂടെ മാത്രമേ നാം ഒരുമിച്ച് നടക്കാറുള്ളൂ. ഇന്നത്തെ കാലത്ത് പ്രഭാതത്തിലുള്ള നടപ്പുണ്ടല്ലോ, ആ നടപ്പൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരേ പ്രായമുള്ളവരായിരിക്കും നടക്കുക, ഒരേ ചിന്തയുള്ളവരായിരിക്കും നടക്കുക, ഒരേ ഓൾമോസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും ഒരുമിച്ച് നടക്കുക. അത് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കും, അല്ലെങ്കിൽ എന്നോട് എഗ്രി ചെയ്യും എന്ന്. അപ്പോൾ ഒരേ ചിന്തയുള്ളവരാണ് നടക്കുന്നത്. അപ്പോൾ നാം സത്യത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ എംബോഡിമെൻ്റ് അല്ലെങ്കിൽ മൂർത്തിഭാവമായ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരുമിച്ച് നടക്കുക, അവൻ്റെ ചിന്ത നമ്മിൽ ഉണ്ടാകുക, നാം അവൻ പറയുന്നതനുസരിച്ച് നടക്കുക. ഇതാണ് വാക്കിംഗ് ഇൻ ട്രൂത്ത്, സത്യത്തിൽ നടക്കുക. ഗായോസ് ആ സ്ഥലം സഭയിൽ അവൻ വളരെ സത്യമായി നടക്കുന്നു, സത്യത്തിൽ നടക്കുന്നു, അവൻ പഠിച്ച സത്യത്തിൽ അവൻ ആയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം അവനെ ദൈനംദിനം നടത്തുന്നു. ഇതാണ് ഗായോസ്. താഴേക്കുള്ള ഭാഗമൊക്കെ നിങ്ങൾക്ക് പരിചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഗായോസ് ആയിരിക്കുന്ന സ്ഥലം സഭ യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു സഭയല്ല. അവിടെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് ആ സഭയിൽ. അപ്പോൾ അതുകൂടി ഉദ്ദേശിച്ചായിരിക്കും, ഗായോസിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കൂടി ആയിരിക്കും അപ്പോസ്തലനായ യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്. അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ദിയോത്രഫേസ് എന്നൊരു വ്യക്തി അവിടെയുണ്ട്. അവൻ ഞങ്ങളെ 10-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചാൽ, അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനേ ഗായോസേ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ദിയോത്രഫേസിനെ കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ലഭിച്ചു. രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നാം ഊഹിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അവൻ തിന്മ ചെയ്യുന്നവനാണ് എന്ന് മനസ്സിലാകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ല എന്നും ഇവിടെ എഴുതിയിരിക്കുന്നു. നാം വിധിക്കുവാനായിട്ട് നാം ആരുമല്ല, എന്നാൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഊഹിക്കുവാനായിട്ട് കഴിയും. ഈ ദിയോത്രഫേസ് രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി ആയിരുന്നിരിക്കാം, എന്നാൽ അവൻ സഭയിൽ പ്രധാനിയാണ്. അവൻ ഗായോസ് ചെയ്യുന്ന നന്മയെ എതിർക്കുന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വിഷയം എന്നുള്ളത്, ഗായോസ് അനേകരെ സഹായിക്കുന്ന അതിഥി സൽക്കാരമുള്ള ഒരു വ്യക്തിയാണ് ഈ ഗായോസ്. അവൻ്റെ അതിഥി സൽക്കാരത്തെയൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നു. അപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദിയോത്രഫേസ്. അപ്പോൾ ഈ ദിയോത്രഫേസ് ആയിരിക്കുന്ന സ്ഥലം സഭയിൽ അവൻ്റെ എതിർപ്പിന് മധ്യേ സത്യത്തിൽ നടക്കുന്നവനാണ് ഗായോസ്. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. സത്യത്തിൽ നടക്കുമ്പോൾ, എതിർപ്പില്ലാത്തൊരവസ്ഥയിൽ സത്യത്തിൽ നടക്കുവാനായിട്ട് നമുക്ക് വലിയ പ്രയാസം ഇല്ല. എന്നാൽ നമ്മെ എതിർക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വ്യക്തി ഉള്ളപ്പോൾ ഈ ഫാനൊന്ന് ഓഫ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ നടപ്പ് പ്രയാസമുള്ളതായിത്തീരുന്നു. എന്നിട്ടും ഗായോസ് കർത്താവിനോട് ചേർന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് വ്യക്തികളെ നമ്മൾ കണ്ടു.
ഗായോസും ദിയോത്രഫേസും. മൂന്നാമതൊരു വ്യക്തിയെ കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ വ്യക്തി 12-ാം വാക്യത്തിലുള്ള വ്യക്തിയാണ്. ദെമോത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു, ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് അറിയുന്നു. അപ്പോൾ നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് 3 വ്യക്തികളെ പരിചയപ്പെടുവാനായിട്ട് കഴിഞ്ഞു. ഒന്നാമത് ഗായോസ്, രണ്ടാമത് ദെമത്രിയോസ്, മൂന്നാമത് ദിയോത്രഫോസ്. ഇതിൽ 2 വ്യക്തികൾ നമുക്ക് ചാലഞ്ച് ആണ്, ഒരു വ്യക്തി നമുക്ക് വാണിംഗ് ആണ്. എന്തുകൊണ്ടാണ് അവർ രണ്ടുപേരും ചാലഞ്ചസ് ആയിരിക്കുന്നത്? നാം അവരുടെ ജീവിതമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. അതിനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ നോക്കണം, ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ഗായോസിനെ പോലെ ദെമത്രിയോസിനെ പോലെ സത്യത്തിൽ നടക്കുവാനായിട്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നടക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. അങ്ങനെ നടക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാവുക അത് ക്വൈറ്റ് നാച്ചുറലാണ്. അത് ഏറ്റവും സംഭവ്യമാണ് അങ്ങനെ പ്രതികൂലങ്ങൾ ഉണ്ടാകുവാനായിട്ട്. അങ്ങനെ പ്രതികൂലങ്ങൾ ഏതു നിലയിലും എത്ര ശക്തമായിട്ടും ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ വന്നാലും സത്യത്തിൽ നടക്കുന്നു പ്രിയനെ എന്നുള്ള കമൻറ്റേഷൻ കേൾക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതുന്ന, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല. ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ കുറേയേറെ വർഷമായി, അതിലൊരാളൊരു അമേരിക്കയിലെ ഒരു വലിയ സഭയുടെ പാസ്റ്ററാണ്. അതുമുതൽ ചിന്തിക്കണം, അങ്ങനെ എന്നൊന്നും പറയേണ്ട, അത് ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ മാത്രം പിന്തുണ കൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതുമുതൽ അനേകർ പല സ്ഥലങ്ങളിലായിട്ട് പല ചുമതലകളിൽ പല നിലകളിൽ നിന്ന് ജീവിക്കുന്നു. ആ മക്കൾ എല്ലാവരും സത്യത്തിൽ നടക്കുന്നു എന്നും ഞാൻ പറയുകയില്ല. എന്നാൽ സത്യത്തിൽ നടക്കുന്നവർ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ മുഖാന്തരം ദൈവഭാഗത്തേക്ക് വന്ന വിശ്വാസികൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. ആ സന്തോഷമാണ് ഗായോസ് അപ്പോസ്തലനായ യോഹന്നാൻ്റെ ഹൃദയത്തിൽ നൽകുന്നത്. ആ സന്തോഷം നൽകുവാനായിട്ട്, സത്യത്തിൽ നടക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കുക. സത്യത്തിൽ നടക്കാഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് പൗലോസ് ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം മാത്രം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഗലാത്യ ലേഖനം 2:14 നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. ഗലാത്യ ലേഖനം 2:14 അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? അവിടെ ആരാ ചൊവ്വായി നടക്കുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞത്? ചൊവ്വായി നടക്കുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞത് പത്രോസിനെ കുറിച്ചാണ്, കേഫാവിനെ കുറിച്ചാണ്. അപ്പോൾ നാം അറിഞ്ഞ സത്യത്തിനനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ അത് ചൊവ്വായുള്ള നടപ്പല്ല. അപ്പോൾ നാം അറിഞ്ഞ സത്യത്തിനനുസരിച്ച് നേരെ നടക്കുവാനായിട്ട്, സത്യത്തിനോട് ചേർന്ന് നടക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. നമ്മുടെ കർത്താവ് നടന്നതുപോലെ നടക്കുവാനായിട്ട് 1 യോഹന്നാൻ 2:6 നാം ആ വാക്യം വായിക്കുന്നുണ്ട്. അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാനായിട്ട് 1 പത്രോസ് 2:21 അങ്ങനെ നാം വായിക്കുന്നുണ്ട്. അവൻ വെച്ച കാൽ ചുവട് പിന്തുടർന്നുകൊണ്ട് നടക്കുവാനായിട്ട്, അപ്രകാരം സത്യത്തിൽ നടക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരട്ടെ. ഞാൻ ഈ രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ വ്യക്തി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഴയ നിയമത്തിൽ നിന്നാണ് നിങ്ങളുടെ മുൻപാകെ കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പഴയ നിയമത്തിൽ സത്യത്തിൽ നടന്നൊരു വ്യക്തിയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവത്തോട് കൂടെ നടന്ന വ്യക്തി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണെന്ന്. ഹാനോക്ക് എന്നെ വളരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു.
ഹാനോക്കിനെ കുറിച്ച് ഒരു കുഞ്ഞ് എന്നോടൊരു സംശയം ചോദിച്ചു. അങ്കിൾ, എന്തുകൊണ്ടാണ് ഹാനോക്കിനെ മാത്രം ദൈവം എടുത്തത്? ഹാനോക്കിന് ശേഷം ജീവിച്ചിരുന്ന നോഹയെക്കുറിച്ചും അതേ പദപ്രയോഗം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നിട്ട് എന്തുകൊണ്ട് നോഹയെ ദൈവം എടുത്തില്ല? എന്തുകൊണ്ട് ഹാനോക്കിനെ മാത്രം ദൈവം എടുത്തു? എനിക്ക് മറുപടി ഇല്ലായിരുന്നു ആ സമയത്ത്. അത് ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, അത് ഞാനും നീയും സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനോട് ചോദിക്കാം. അന്നേരം ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഹാനോക്കിനെ ദൈവം എടുത്തതെന്ന്. ആ ചോദ്യവും ആ ഉത്തരവും കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ മടങ്ങി വന്നിട്ട് ആ ഭാഗം 1-2 പ്രാവശ്യം ഞാൻ വായിച്ചു. എന്തുകൊണ്ടാണ് ഹാനോക്കിനെ ദൈവം എടുത്തത്? അതിൻ്റെ ഒരു ഉത്തരം ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടുപിടിച്ചു. ഇത് തന്നെയാണോ അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല, എന്നാൽ അതും ഒരു കാരണം ആയിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഹാനോക്കിൻ്റെ ചരിത്രം, ചുരുക്കം ചില വാക്യങ്ങളിൽ മാത്രം എഴുതിയിരിക്കുന്ന ആ ഹാനോക്കിൻ്റെ ചരിത്രം നാം കാണുന്നത്. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മതി. ദീർഘവർഷങ്ങൾ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഹാനോക്ക്. നിങ്ങളെല്ലാവരും എന്നെ ഞാൻ പറഞ്ഞ ഈ വാചകത്തെ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. അല്ല, നമ്മൾ ചിലപ്പോൾ ഈ അകാലത്തിൽ മരണപ്പെട്ട വ്യക്തികളെക്കുറിച്ച് നാം വായിക്കാറുണ്ട്. അകാലത്തിൽ മരണപ്പെട്ടു എന്ന് കാണുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറയാറുണ്ട്. വളരെ കഷ്ടം, അവൻ്റെ ജീവിതം പൂർത്തിയാക്കുവാനായിട്ട് അവന് കഴിഞ്ഞില്ലല്ലോ എന്ന്. അകാലത്തിൽ ദൈവം എടുത്ത വ്യക്തിയാണ് ഹാനോക്ക്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? കാരണം ആ സമയത്ത് ജീവിച്ചിരുന്ന, നിങ്ങൾ ആ 5-ാം അധ്യായം വായിച്ചു നോക്കിയാൽ 5-ാം അധ്യായത്തെ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തെ മരണത്തിൻ്റെ അധ്യായം എന്ന് പറയാറുണ്ട്. അനേകം പേര് ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു എന്ന്. അവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരും മരിച്ചത് 900 ഇയേഴ്സ് ഒരു ആവറേജ് എടുത്താൽ 900 ഇയേഴ്സ് 900 വർഷം ആണ് അവരുടെ ആവറേജ് ഏജ്. അപ്പോൾ അന്ന് ജീവിച്ച മനുഷ്യരെല്ലാം 900. അതിൽ മെഥൂശലഹ് മാത്രമാണ് എത്ര? 965 അല്ലേ? അപ്പോൾ അത്രയും വർഷം ജീവിച്ചിരുന്നത് മെഥൂശലഹ്. എത്രയും മെഥൂശലഹിൻ്റെ ആയുഷ്കാലം 69 വർഷം ജീവിച്ചിരുന്ന വ്യക്തിയാണ് മെഥൂശലഹ്. മെഥൂശലഹ് അത്രയും ജീവിച്ചിരുന്നു. അതങ്ങനെ എഴുതുവാനായിട്ടും കാരണമുണ്ട് കേട്ടോ. ഞാൻ അത് ചിന്തിച്ചപ്പോഴാണ് അതോടെ പറഞ്ഞങ്ങ് മുൻപോട്ട് പോകാം. മെഥൂശലഹ് എന്തുകൊണ്ടാണ് ഇത്രയും വർഷം ജീവിച്ചിരുന്നത്? ദൈവം എന്തിനാണ് അവനെ ജീവിക്കാൻ അനുവദിച്ചത്? മെഥൂശലഹ് മരിക്കുമ്പോൾ ഫ്ലഡ് വരും, വെള്ളപ്പൊക്കം വരും. വെള്ളപ്പൊക്കം എത്രയും കാലം ദൈവം ദീർഘിപ്പിച്ചതാണ്. അവൻ അത്രയും ആയുസ് കൊടുത്തുകൊണ്ട് ദൈവം തൻ്റെ കൃപയെ ദീർഘിപ്പിച്ചു. ഹി എക്സ്റ്റെൻഡഡ് ഹിസ് ഗ്രേസ്. അതുകൊണ്ടാണ് മെഥൂശലഹ് അത്രയും വർഷം ജീവിച്ചത്. അപ്പോൾ അത്രയും കൂടുതൽ വർഷം ജീവിപ്പിച്ചതിന് ദൈവത്തിനൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ജീവിച്ചിരുന്ന, അത്രയും ജീവസന്ധാരണം അല്ലെങ്കിൽ അത്രയും ആയുർദൈർഘ്യം ഉണ്ടായിരുന്ന വ്യക്തികളുടെ മധ്യേ പാവം ഹാനോക്ക് എത്ര വർഷം ജീവിച്ചിരുന്നു? 365. അപ്പോൾ ഇന്നത്തെ ആവറേജ് എടുത്താൽ ഇന്ന് 80-90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതാണ് ഇന്ന് നമ്മുടെ ആവറേജ് എങ്കിൽ, അവൻ 30 വയസ്സുള്ളപ്പോൾ 30 വയസ്സിന് താഴെ ആയപ്പോൾ, അല്ലെങ്കിൽ 25 to 30 ആയിരുന്നപ്പോൾ അവൻ മരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ മരിച്ചു എന്നല്ല, അവനെ ദൈവം എടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ കാലത്തിൽ ദൈവം എടുത്ത വ്യക്തിയാണ് ഹാനോക്ക്.
എന്തുകൊണ്ടാണ് ദൈവം അവനെ എടുത്തത്? എന്തുകൊണ്ട് നോഹയെ എടുത്തില്ല എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് എന്തുകൊണ്ട് ഹാനോക്കിനെ ദൈവം എടുത്തു? ഹാനോക്കിനെ കുറിച്ചുള്ള പുതിയ നിയമത്തിലെ റെഫറൻസ് 3 റെഫറൻസ് ഉണ്ട്. അതിൽ 2 റെഫറൻസ് നമുക്കറിയാവുന്നതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദ ഹോൾ ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഹാനോക്ക്. അതിൽ പരം ഹാനോക്കിന് അഭിമാനിക്കുവാനായിട്ട് വേറെ ഒരു കാരണവും വേണ്ട. ഹാനോക്കിനെയും എടുത്ത് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ദൈവം ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉൾപ്പെടുത്തി. അവിടെ നാം എബ്രായ ലേഖനം 11-ന്റെ 5-ാം വാക്യം, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്. ഹി പ്ലീസ്ഡ് ഗോഡ്. അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു അവൻ്റെ. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ച് നടന്നു. ഇനി ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ധാരണ ലഭിക്കും. യൂദായുടെ ലേഖനം അതിൻ്റെ 14-ാം വാക്യത്തിലാണ് ഹാനോക്കിനെ കുറിച്ചുള്ള അടുത്ത റെഫറൻസ് നമ്മൾ കാണുന്നത്. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്കിൻ്റെ ഒരു പ്രവചനമാണ്. ഇതിൻ്റെ സോഴ്സ് നമുക്കറിയില്ല, പല നിലകളിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, അതിലേക്കല്ല ഞാൻ പോകുന്നത്. എന്നാൽ ഹാനോക്ക് പ്രവചിച്ചത് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരും, തനിക്ക് വിരുദ്ധമായിട്ട് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും പണിഷ്മെൻ്റ് കൊടുക്കുവാനായിട്ട്, അതിന് ശിക്ഷ വിധിക്കുവാനായിട്ട് കർത്താവ് മടങ്ങി വരും എന്നുള്ള പ്രവചനം ഹാനോക്ക് പറഞ്ഞു. എന്തിന് ഹാനോക്ക് ആ പ്രവചനം പറയണം? അത് തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും. ആദാം മുതൽ 7-ാമൻ എന്നുള്ള ഫ്രേസിന് എന്താ ഒരു പ്രാധാന്യം? വാട്ട് ഇസ് ഇമ്പോർട്ടൻസ്? ദ 7th എന്നുള്ളത്, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് എന്നുള്ളത്, ആദാം മുതൽ 7-ാമനായ വേറൊരു വ്യക്തിയുണ്ട്. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു നടന്നു, ദൈവത്തോട് കൂടെ നടന്നു. അതുകൊണ്ട് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാനില്ലായിരുന്നു, അവൻ കാണാതെയായും. ആരാണ് ഈ മറ്റേ ആദാം മുതൽ 7-ാമൻ? അതിനായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ 4-ാം അധ്യായത്തിൽ 19-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു, ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. വായിച്ചോളൂ താഴോട്ട്. ആദാ യാബാലിനെ പ്രസവിച്ചു, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. 23-ാം വാക്യം ഒന്ന് വായിച്ചേ. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ, എൻ്റെ വചനത്തിന് ചെവി തരുവിൻ. എൻ്റെ മുറിവിനു പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിനു പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിനു വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. മതി. ആദാം മുതൽ 7-ാമൻ, വേറൊരു 7-ാമൻ ലാമേക്കാണ്. അതായത് ലാമേക്കും, അത് നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി, 7-ാമനാണോ എന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ലാമേക്ക് ഏത് വഴിയാണ് 7-ാമനാകുന്നത്? കയീൻ വഴി. സേത്ത് വഴിയാണ് ഹാനോക്ക് ആദാം മുതൽ 7-ാമനാകുന്നത്. അപ്പോൾ ആദാം മുതൽ 7-ാമനായ ഹാനോക്കും സേത്ത് വഴിയുള്ള 7-ാമനും കയീൻ വഴിയുള്ള ലാമേക്കും ഏകദേശം സമകാലീനരായി ജീവിച്ചവരാണ്. ഇനി ഈ ലാമേക്ക് ജീവിച്ചിരുന്ന സമയം എങ്ങനെയാണ് എന്നുള്ളത് നോഹയുടെ ജീവിതം അല്ലെങ്കിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ പൊതുവിലുള്ള അന്നത്തെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ലാമേക്ക് എന്നുള്ള ആ നേതാവിന് ആദ്യമായിട്ട് 2 ഭാര്യമാരുണ്ട്. ദൈവം വെച്ച ആ വലിയ വ്യവസ്ഥയെ ദൈവത്തിൻ്റെ മുൻപാകെ
നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്ന ലാമേക്ക് തീർന്നില്ല. ലാമേക്ക് ഏതോ ഒരു വ്യക്തിയെ കൊന്നു. ആ ലാമേക്കിനെ കൊല്ലാനായിട്ട്, എന്നെ കൊല്ലുവാനായിട്ട് എൻ്റെ ഭാര്യമാരെ നിങ്ങൾ കേൾക്കുവിൻ, എന്നെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അവരെ 77 മടങ്ങ് അവരെ കൊല്ലുവാനായിട്ട് ഞാൻ ശ്രമിക്കും എന്നാണ്. 70 എന്നുള്ളത് 490 ആകാനായിട്ടും വഴിയുണ്ട്. അപ്പോൾ 70 ഇരട്ടി പകരം ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയും. ദൈവത്തിൻ്റെ മുൻപാകെ ദൈവത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലാമേക്ക്. ലാമേക്ക് മാത്രമല്ല, ലാമേക്കിനോട് കൂടെ ആ ജനറേഷൻ മുഴുവനായിട്ട് ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് പാപം പെരുകി എന്ന് നോഹയുടെ സമയമാകുമ്പോഴേക്കും എഴുതുവാനായിട്ടിടയായി തീർന്നത്. അപ്പോൾ പാപം പെരുകിയ സമയത്ത്, ദൈവത്തിന് വിരുദ്ധമായിട്ടൊരു വലിയ ജനം നിൽക്കുന്ന സമയത്ത്, അതിന് വിരുദ്ധമായി നിന്നുകൊണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സത്യത്തിൽ നടക്കുന്നത് എതിർപ്പില്ലെങ്കിൽ വലിയ വിഷമമില്ല. ദൈവത്തോട് കൂടെ നടക്കുന്നതിൽ വേറെ ആരും എതിർക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഹാനോക്കിത രാവിലെ എഴുന്നേറ്റ് ദൈവം വരുന്നത് നോക്കി നിൽക്കും. എന്നിട്ട് ആലങ്കാരികമായി പറയുകയാണ്, എന്നിട്ട് ദൈവം വരുമ്പോൾ ദൈവത്തോട് കൂടെ നടക്കും. ചുറ്റും നിന്ന് ആൾക്കാർ കളിയാക്കും. ലാമേക്ക് പറയും, ഇവൻ എന്തൊരു വിഡ്ഢിയ, ഇവൻ എന്തിനിങ്ങനെ നടക്കുന്നു, ഞാനിതാ ദൈവത്തോട് പകരം ചെയ്യുവാനായിട്ട് നിൽക്കുന്നു, നീ എന്തിനിങ്ങനെ നടക്കുന്നു. അവർ വൈകുന്നേരം വീട്ടിലേക്ക് വരും, അന്നേരവും കളിയാക്കും. ലോകം മുഴുവൻ അവനെ കളിയാക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെ നടന്ന് കാലം തികഞ്ഞില്ല എങ്കിലും ദൈവം പറഞ്ഞു, ഹാനോക്കേ, നീ നിൻ്റെ വീട്ടിലേക്കല്ലേ ഇന്ന് പോകുന്നത്, ഇന്നങ്ങനെ പോകണ്ട, ഇന്ന് നീ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. അവൻ ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ അവനെ ആരും കണ്ടില്ല. അവൻ ദൈവത്തോട് കൂടെ നടന്നു. പ്രതികൂലങ്ങളുടെ മധ്യേ അവൻ ദൈവത്തോട് കൂടെ നടന്നു. സത്യത്തിൽ നടക്കുമ്പോൾ, സത്യമായി നടക്കുമ്പോൾ, കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ തീർച്ചയായും പ്രതികൂലങ്ങൾ വരും. ഇവരെ ഉദ്ദേശിച്ചാണ് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് പറഞ്ഞത്, ദൈവം ഇവരെ ശിക്ഷ വിധിക്കുവാനായിട്ട് 1000 വിശുദ്ധന്മാരോട് കൂടെ, അതിൻ്റെ ആദ്യത്തെ ഫുൾഫിൽമെൻറ്റ്, പാർഷ്യൽ ഫുൾഫിൽമെൻറ്റ് കർത്താവ് മഹോപദ്രവത്തിന് ശേഷം വരുമ്പോഴും അതിൻ്റെ ഫൈനൽ ഫുൾഫിൽമെൻറ്റ്, അതിൻ്റെ പൂർണ്ണ നിറവേറൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷവും നടക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊക്കെയും ഹാനോക്കിന് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നാം ഈ അറിവൊക്കെ നമുക്ക് ലഭിച്ചത് നാം ദൈവവചനം പഠിച്ചതിന് ശേഷമാണ്. അന്ന് ഈ അറിവ് ഹാനോക്കിന് എങ്ങനെ ലഭിച്ചു? ദൈവവുമായി നടക്കുമ്പോൾ, അവർ ഒരുമിച്ച് നടക്കുമ്പോൾ, അവർ ഒരേ മനോഭാവത്തോടു കൂടെ നടക്കുമ്പോൾ ദൈവം തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ അവനെ അറിയിച്ചു എന്നുള്ളതാണ്. ആ അറിവ് അവന് ലഭിച്ചപ്പോൾ അവനിത് പ്രവചിക്കുവാനായിട്ട്, എഴുതുവാനായിട്ടിടയായിത്തീർന്നു. അതൊന്നും നമുക്ക് ലഭ്യമല്ല എങ്കിലും ദൈവാത്മാവ് അത് യൂദായ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യൂദ എഴുതുവാനായിട്ടിടയായിത്തീർന്നത്. ഹാനോക്കും ഇവരെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചു. ഹാനോക്ക് ദൈവത്തെ പ്ലീസ് ചെയ്ത്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം കൂടെ വായിക്കാം. 2 Corinthians 5:7. കാഴ്ചയാൽ അല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. നമ്മുടെ നടപ്പ് കാഴ്ചയാൽ ആകുവാൻ പാടില്ല. ഹാനോക്ക് കാഴ്ചയാലല്ല നടന്നത്, ഗായോസും കാഴ്ചയാലല്ല നടന്നത്, അവർ വിശ്വാസത്താലാണ് നടന്നത്. അതുകൊണ്ടാണ് ഹാനോക്കിൻ്റെ പേര് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്തായിരുന്നു ഹാനോക്കിൻ്റെ വിശ്വാസം? ഹാനോക്കിൻ്റെ വിശ്വാസം എന്നുള്ളത്, അവൻ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവത്തോട് കൂടെ തന്നെ ആയിരിക്കും എൻ്റെ ജീവിതം. തുടർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദൈവവുമായി ചേർന്ന് തന്നെയായിരിക്കും എൻ്റെ ജീവിതം. ഞാൻ കാണാത്തതിനെ
ഞാൻ കണ്ടു എന്നുള്ള രീതിക്ക് എൻ്റെ ജീവിതം പോകുന്നു. അതായിരുന്നു ഹാനോക്കിൻ്റെ ജീവിതം. അതുകൊണ്ട് എന്താണ്, ഹാനോക്ക് ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഞാൻ ദൈവത്തോട് കൂടെ അന്ന് തന്നെ പോകുമെന്ന്. എന്നാൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് അതായിരുന്നു, ഞാൻ ദൈവത്തോടു കൂടെ എന്നും ആയിരിക്കും. അത് ലിറ്ററലി അങ്ങനെ സംഭവിച്ചു എന്നുള്ള 3 കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഇതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഞാനത് ഓൾറെഡി പറഞ്ഞ ഒരു വാക്യമാണ്. ആമോസ് 3:3 രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? നമ്മുടെ നടപ്പ് ദൈവത്തോട് ഒരുമിച്ച് അല്ലെങ്കിൽ ഒത്തിട്ട് ആയിരിക്കണം. We need to agree with God. We should not allow God to agree with us. അത് അസംഭവ്യമാണ്. നാം ദൈവത്തോട് ഒത്തൊരുമിച്ച് നടക്കുവാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നു. പ്ലീസ് ഗോഡ് ആൻഡ് വാക്ക്. Agree with the Lord and walk. Please God and walk. And third, trust God and walk. അതാണ് 2 കൊരിന്ത്യർ 5:7 നാം വായിച്ചത്. ഈ 3 കാര്യങ്ങൾ നമുക്ക് മറക്കാതിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. Let us walk with Lord, agreeing with Him, pleasing Him and trusting Him. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മെസ്സേജ് മീഖായുടെ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം. മീഖ 6:8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? എന്താണ് യഹോവ നിന്നോട് ചോദിക്കുന്നത്? താഴ്മയോടുകൂടെ നടക്കുവാൻ. എങ്ങനെ നടക്കണം എന്നുള്ളത് ദൈവം കാണിച്ചു തന്നിരിക്കുന്നു. നീ അത് മനസ്സിലാക്കി, നീ അത് അറിഞ്ഞ്, അത് വിശ്വസിച്ച് താഴ്മയോടുകൂടെ നടക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും നമുക്ക് വിശ്വാസികൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ് താഴ്മ എന്നുള്ളത്. നാം ദൈവസന്നിധിയിൽ താഴുന്നു, എന്നാൽ സഹോദരന്മാർക്ക് മുൻപിൽ താഴുവാനായിട്ട് നമുക്ക് മനസ്സില്ല. അതായിരുന്നു ദിയോത്രഫേസിൻ്റെ കുഴപ്പം. അവനെതിരായി നിൽക്കുന്നവരൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കിയാണ്. എന്നാൽ ഗായോസ് സത്യത്തിൽ നടക്കുവാനായിട്ടിടയായിത്തീർന്നു. അവൻ ശുഭമായി ജീവിക്കുവാനായിട്ടിടയായിത്തീർന്നു. എവിടെ ശുഭമായിട്ടെന്നാണ് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്? അവൻ ആത്മാവിൽ ശുഭമായിരുന്നു. അതുപോലെ അവൻ ശാരീരികമായിട്ടും സുഖമായിരിക്കട്ടെ എന്നാണ് യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത്. അവന് ശാരീരിക വൈഷമ്യം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത്, ഗായോസേ, നീ ആത്മാവിൽ ശുഭമായിരിക്കുന്നത് പോലെ അങ്ങനെ നാം ദൈവത്തോടു കൂടെ നടന്ന് ആത്മാവിൽ ശുഭമായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.